എന്തിനെന്നറിയത്തില്ല ഗ്രൗണ്ടിൽ മൈക്കിൾ നിൽക്കുന്നു. കളിക്കാൻ കൂട്ടുമോ എന്ന് ചോദിച്ചു. പിള്ളേരെ കൂട്ടി. ഒരു ബോൾ പോലും ഇത്രയും നേരമായി കാലിലും തോടിക്കാൻ സാധിക്കാതെ ഗ്രൗണ്ടിൽ ഉള്ള ചാണകം മെഴുകി മൈക്കിൾ നികത്തി നിൽക്കുന്നു. ഇതാ ഇപ്പോഴേ ഒരു ഗോളടിക്കും, ഇപ്പം ഒരു ബോൾ എനിക്ക് തരൂ, തൊടാൻ എനിക്ക് തരൂ എന്ന് ആഞ്ഞാഞ്ഞു വിളിച്ചു പറഞ്ഞുകൊണ്ട് മൈക്കിൾ എതിർ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം സ്വയം ഏറ്റുകൊടുത്തു. പക്ഷെ ടീം അംഗങ്ങൾ ഒരാൾ പോലും അവനൊരു ബോൾ തൊടാൻ പോലും കൊടുക്കുന്നില്ല. എന്തിനെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന മൈക്കിളിനുള്ളിൽ നിന്നും പഴയ കളിക്കാരൻ പുറത്തു വരുമോ? ഇതാ മൈക്കിളിന് ഒരു ബോൾ കിട്ടിയിരിക്കുന്നു. മൈക്കിൾ പിള്ളേരെ കീറുമോ? ഓ, ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽഡ്. ടീം അംഗങ്ങൾക്ക് പുതിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മൈക്കിൾ കാണി ചണ്ടാളൻ. എന്തിനെന്നറിയില്ല ടീം അംഗങ്ങളെ തെറി വിളിക്കുന്നു. നീട്ടിയടി, കുറച്ചടി, വലിച്ചടി എന്നൊക്കെ പിള്ളേര് പറയുന്നുണ്ട്. എന്താണോ എന്തോ. അയ്യോ, എന്നെ കൊന്ന്. മൈക്കിളിന്റെ മാസ്മരിക പ്രകടനം കാണാൻ നിൽക്കുന്ന കാണികളെ നിരുത്സാഹപ്പെടുത്തുമോ അതോ അവർക്ക് ഉത്തേജനം നൽകിക്കൊണ്ട് മൈക്കിൾ ഇന്ന് ആഞ്ഞടിക്കുമോ? ഈ ഒരു 6 മണി വരെയുള്ള കളികൾക്കിടയിൽ ഒരു ഗോളെങ്കിലും അടിക്കാൻ മൈക്കിളിനാകുമോ? ഇതാ ഷിയോൺ ഇതാ മൈക്കിളിന് നല്ലൊരു പാസ് കൊടുത്തു. മൈക്കിളിന്റെ മാസ്മരികമായ ഹെഡിലോട്ട് ഒരു ഹൈ ഗോൾ അടിച്ചിരിക്കുകയാണ്. മുച്ചാൻ പൊക്കമുള്ള അത് ഹൈ ഗോളായിട്ട് റഫറി പ്രഖ്യാപിച്ചു. അതെന്തായാലും ഞങ്ങൾക്ക് ഗോള് തരണമെന്ന് മൈക്കിളിന്റെ കരഞ്ഞുള്ള അപേക്ഷയിൽ അവർ വിളി കേട്ട് അവരൊരു ഗോൾ കൊടുത്തിരിക്കുകയാണ്. അര ഗോൾ കൊടുത്തിരിക്കുകയാണ്. വീണ്ടും മൈക്കിളിനെ കാണിയാക്കിക്കൊണ്ട് എടാ ഇത് ഔട്ട് പോയടാ, എടാ സ്റ്റമ്പിന് വെളിയിൽ പോയടാ. എന്തിനെന്നറിയില്ല മൈക്കിൾ വീണ്ടും ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നു. കാണിയുടെ നിർദ്ദേശങ്ങൾക്ക് ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എന്താണോ എന്തോ. പഴയകാല മെസ്സിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്മൈൽ പ്ലീസ്. യൂട്യൂബിൽ പഴയകാല മെസ്സി ഇന്നാദ്യമായി പാടത്ത് കളി കാണാൻ ഇറങ്ങിയ മൈക്കിൾ മഴക്കാലത്ത് കൊക്ക് വന്നിരിക്കുന്ന പോലെ പാടത്തിന് നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് മൈക്കിളിനെ നമുക്കൊന്ന് സൂം ചെയ്ത് കാണാം. ക്ലാരിറ്റി കുറവാണ്. എന്നാലും ഇതാ മൈക്കിളിന് മുമ്പിൽ കൂടെ ഒരു ബോൾ പോയി. ഇത് എന്നെ ബാധിക്കുന്ന കേസല്ല എന്ന് പറഞ്ഞ് മൈക്കിൾ ഇതാ പതുക്കെ ഒരു ബോൾ തട്ടി വരുന്നുണ്ട്. ഇതാ എതിർ ടീമിനെ വെട്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു മൈക്കിളിന് ഒരു അവസാനം ഒരു മാസ്മരിക ഗോൾ ചെലുക്കാൻ ചാൻസ് ലഭിച്ചിരിക്കുകയാണ്. ഇതാ ആ ഗോൾ ചാൻസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ടീം അംഗങ്ങൾ ഗോളിന് മൈക്കിൾ ഹെഡ് ചെയ്തിരിക്കുന്നു. വീണ്ടും മൈക്കിളിന്റെ മാസ്മരിക ഹെഡ്. പക്ഷേ ടീം അംഗങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആ ബോൾ എങ്ങോട്ടോ പാഞ്ഞു. വീണ്ടും ഒരു കോർണർ കിക്ക് എടുക്കാനുള്ള ശ്രമമാണ്. മൈക്കിളിന്റെ മുമ്പിൽ കൂടി ബോൾ പോയി. അത് എന്നെ ബാധിക്കുന്ന കേസല്ല, എൻ്റെ കാൽച്ചോട്ടിൽ ബോൾ വന്നാൽ മാത്രം ഞാൻ തോണ്ടാമെന്ന് ഊന്നി വിളിച്ചു ഒരു ഫൗൾ അറ്റംപ്റ്റ് നടന്നിരിക്കുകയാണ്. പക്ഷേ അത് ഫൗളല്ല, ബോളിന്റെ പോയ ആക്കത്തിൽ കാറ്റടിച്ച് വീണതായതുകൊണ്ട് റഫറി എതിർ ടീമിന് തന്നെ കൊടുത്തു.
മൈക്കിൾ ക്ഷീണിച്ച് അവശനായി എന്നാണ് തോന്നുന്നത്. ഒരു ഇതാ വീണ്ടും മൈക്കിളിന്റെ ഒരു ബോൾ ഇട്ടിരിക്കുന്നു. ആമ്പിള്ളേർ തള്ളിത്തെറിപ്പിച്ചിരിക്കുകയാണ് മൈക്കിളിന്റെ അവസാനത്തെ ഗോൾ പ്രതീക്ഷ. ഇതാ മൈക്കിളിന്റെ ഗോൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിയ വരുംകാല മെസ്സി നടന്നു പോകുന്നു. എന്നാ റൊണാൾഡോ പോ. എല്ലാ ബോളും ഞാൻ തന്നെ എറിയുമെന്ന് ഊന്നി പ്രഖ്യാപിച്ചുകൊണ്ട് ഷിയോൺ ഇതാ വീണ്ടും ത്രോ ബോൾ എറിഞ്ഞിരിക്കുന്നു. നല്ലൊരു ഗോൾ അറ്റംപ്റ്റ് ആയിരുന്നു. ഗോളിക്ക് മൂച്ചാൻ പൊക്കമുള്ളതുകൊണ്ട് അത് ഹൈ ഗോളായിട്ട് വീണ്ടും പ്രഖ്യാപിച്ചു.